എന്തുവന്നാലും അമേരിക്കയെ പൊരുതിത്തോൽപ്പിക്കാം എന്ന ഇറാന്റെ വിശ്വാസത്തിന് കോട്ടം. US പടക്കപ്പലായ USS എബ്രഹാം ലിങ്കണിന് നേർക്കുന്ന ഇറാന്റെ ഡ്രോൺ അമേരിക്ക വെടിവെച്ചിട്ടു എന്ന റിപ്പോർട്ടുകൾ. വിമാനവാഹിനി കപ്പലിനെ ആക്രമണ സ്വഭാവത്തോടെ സമീപിച്ചതോടെയാണ് ഇറാനിയൻ ഡ്രോൺ വെടിവെച്ചിട്ടത് എന്ന് US സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കുന്നു. വിമാനവാഹിനി കപ്പലിനെയും അതിലെ ജീവനക്കാരെയും സംരക്ഷിക്കുന്നതിനാണ് ഡ്രോൺ വെടിവെച്ചിട്ടത് എന്നാണ് വിവരങ്ങൾ. ചൊവ്വാഴ്ച അറബിക്കടൽ വെച്ചാണ് സംഭവം നടക്കുന്നത്. കടലിൽ സഞ്ചരിക്കുന്നതിനിടെയാണ് US വിമാനവാഹിനി കപ്പലിനടുത്തേക്ക് അടുക്കുന്ന ഇറാനിയൻ ഡ്രോൺ ശ്രദ്ധയിൽപ്പെട്ടത്. ഉടൻ തന്നെ കപ്പലിലെ F-35C യുദ്ധവിമാനം ഉപയോഗിച്ച് ഡ്രോൺ വെടിവെച്ചിടുകയായിരുന്നു എന്ന് US സൈനിക വക്താവ് പറഞ്ഞു. അതിനിടെ US-ഉമായുള്ള ആണവ ചർച്ചകൾ വെള്ളിയാഴ്ച ഒമാനിൽ വെച്ച് നടത്തണം എന്ന് ഇറാൻ അഭ്യർത്ഥിച്ചതായും റിപ്പോർട്ട്. മറ്റ് അറബ് രാജ്യങ്ങളെ ഒഴിവാക്കി US-ഇറാൻ ഉഭയകക്ഷി ചർച്ചകളിലേക്ക് പരിമിതപ്പെടുത്താനാണ് ഇറാൻ സമ്മർദ്ദം ചെലുത്തുന്നത് എന്നാണ് റിപ്പോർട്ട്. ഇറാൻ തങ്ങളുടെ ഷഹീദ് ഡ്രോണുകൾ ഉപയോഗിച്ച് അമേരിക്കൻ കപ്പലുകളെ പിന്തുടരുമ്പോൾ അമേരിക്ക ഗ്ലോബൽ ഹോക്ക് പോലുള്ള ഹൈടെക് ഡ്രോണുകൾ ഉപയോഗിച്ച് 60,000 അടി ഉയരത്തിൽ നിന്ന് നിരീക്ഷിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഡ്രോണിന്റെ വരവിന്റെ ഉദ്ദേശം മനസ്സിലായില്ല എന്നും പരിധി ലംഘിച്ചതോടെ പിൻവാങ്ങാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നും US പറയുന്നു. ഷഹീദ് 139 എന്ന ഇനം ഡ്രോണാണ് തങ്ങൾ F-35C യുദ്ധവിമാനം ഉപയോഗിച്ച് വീഴ്ത്തിയത് എന്നും ഇറാന്റെ തെക്കൻ തീരത്തിന് 800 കിലോമീറ്റർ അകലെയാണ് സംഭവ സമയത്ത് പടക്കപ്പൽ ഉണ്ടായിരുന്നത് എന്നും US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. ഡ്രോൺ വെടിവെച്ച് വീഴ്ത്തുന്നതിനിടെ സൈനികർക്കോ മറ്റ് സാധന സാമഗ്രികൾക്കോ പരിക്കോ നാശനഷ്ടങ്ങളോ സംഭവിച്ചിട്ടില്ല എന്നും അമേരിക്ക അറിയിച്ചു. ഇറാൻ തീരങ്ങളിൽ അമേരിക്കൻ സാന്നിധ്യം ഇത്രത്തോളം ശക്തമാകുന്നത് 1979 ശേഷമാണ്. എന്നാൽ ആധുനിക രീതിയിലുള്ള വിമാനങ്ങൾ ഉപയോഗിച്ചുള്ള നിരീക്ഷണം 1980കളിലെ ടാങ്കർ വാർ കാലഘട്ടത്തിലാണ് വരുന്നത്. ഈ കാലയളവിലാണ് കടലിൽ വെച്ച് ഇറാനും അമേരിക്കയും നേരിട്ട് ഏറ്റുമുട്ടൽ ആരംഭിച്ചത്. ഏകദേശം 45 വർഷത്തോളമായി അമേരിക്കയുടെ നിരീക്ഷണം ഈ തീരത്ത് ശക്തമാണ്. 2000-ന് ശേഷം പൂർണ്ണമായും ഇത് അത്യാധുനിക ഡ്രോണുകളിലേക്ക് മാറി. ഇറാന്റെ തീരപ്രദേശത്ത് അമേരിക്കൻ ഡ്രോണുകളും വിമാനങ്ങളും ഉപയോഗിച്ചുള്ള നിരീക്ഷണം നടത്തി തുടങ്ങിയിട്ട് ഏകദേശം 20 വർഷത്തിലധികമായിരിക്കുകയാണ്. 2000-കളുടെ തുടക്കത്തിൽ, പ്രത്യേകിച്ച് 2001-ൽ RQ-4 ഗ്ലോബൽ ഹോക്ക് ഡ്രോണുകൾ സേവനത്തിൽ വന്നതോടെ പേർഷ്യൻ ഗൾഫിലെ നിരീക്ഷണം ശക്തിപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇറാൻ തീരത്തെ പ്രത്യേകിച്ചുള്ള ഡ്രോൺ നിരീക്ഷണം 2010-കളുടെ തുടക്കത്തോടെ കൂടുതൽ സജീവമായി. 2011-ൽ അമേരിക്കയുടെ RQ-170 സെന്റിനൽ ഡ്രോൺ ഇറാൻ പിടിച്ചെടുത്ത സംഭവം ഈ നിരീക്ഷണത്തിന്റെ തീവ്രത വ്യക്തമാക്കുന്നു. 2019-ൽ ഇറാൻ അമേരിക്കയുടെ RQ-4 ഗ്ലോബൽ ഹോക്ക് ഡ്രോണിനെ വെടിവെച്ച് വീഴ്ത്തിയത് ഈ പരമ്പരയിലെ ഏറ്റവും വലിയ സംഘർഷമായിരുന്നു. ഇപ്പോൾ 2026-ൽ പേർഷ്യൻ ഗൾഫിലെ ട്രെറ്റൺ ഡ്രോണുകളുടെ ദൈനംദിന നിരീക്ഷണവും തുടരുകയാണ്. വിമാനവാഹിനി കപ്പലിന്റെയും അതിലെ ഉദ്യോഗസ്ഥരുടെയും സ്വയരക്ഷയ്ക്കായി സ്വയം പ്രതിരോധത്തിനായാണ് നടപടി സ്വീകരിച്ചത് എന്ന് സെൻട്രൽ കമാൻഡ് വക്താവ് ടിം ഹോക്കിൻസ് പറഞ്ഞു. വെള്ളിയാഴ്ച US-മായി നേരിട്ട് ഇറാൻ ചർച്ച നടത്തും എന്ന് അറിയിച്ചതിന് പിന്നാലെയാണ് വീണ്ടും നേരിട്ടുള്ള ഏറ്റുമുട്ടൽ. അതേസമയം ആണവ ചർച്ചയിൽ അമേരിക്കയുടെ ഭീഷണിക്ക് ഇറാൻ വഴങ്ങില്ല എന്ന് ആയത്തുള്ള ഖമേനിയുടെ വക്താവ് കഴിഞ്ഞ ദിവസവും വ്യക്തമാക്കിയിരുന്നു. ഹോർമൂസ് കടലിടുക്കിലൂടെ പോകാൻ ശ്രമിച്ച US പതാകയുള്ള വ്യാപാര കപ്പലിനെ ഇറാൻ സൈന്യം അപമാനിച്ചു എന്ന US ആരോപണത്തിന് മണിക്കൂറുകൾക്ക് പിന്നാലെയാണ് USS എബ്രഹാം ലിങ്കന് നേരെ ഇറാൻ സൈന്യത്തിന്റെ ഡ്രോൺ വന്നിരിക്കുന്നത്. സ്റ്റെന ഇംപറാറ്റീവ് എന്ന കപ്പലിന് നേരെയാണ് ഇറാൻ സൈന്യത്തിന്റെ ഭാഗത്തു നിന്നും മോശം പെരുമാറ്റം ഉണ്ടായത് എന്നാണ് ആരോപണം. അതിവേഗത്തിൽ 2 ബോട്ടുകളും 1 ഡ്രോണും കപ്പലിന് നേരെ പാഞ്ഞെത്തി എന്നും കപ്പൽ മുക്കിക്കളയുമെന്ന് ഭീഷണി മുഴക്കി എന്നുമാണ് വ്യാപാര കപ്പലിൽ ഉണ്ടായിരുന്നവരുടെ ആരോപണം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.